നമ്മുടെ നാട്ടിൽ കാണുന്ന നാട്ടുവഴികളിൽ കാണുന്ന പൂക്കൾ ഒക്കെയാണ് ഇവിടെ, ചെടികളൊക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം സാധാരണ നമ്മളിപ്പോ പോകുന്ന ഈ ആധുനികമായ ചെടികളിലേക്കൊക്കെ പോകും, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവച്ച്. പക്ഷെ ഇവിടെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടുവഴികളിലൊക്കെ നമ്മൾ കണ്ട് നമുക്കൊരു നൊസ്റ്റുവായ ചില ചെടികളും പൂക്കളും ഒക്കെ. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നു മോർണിംഗ് വാക്കിന്റെ സമയത്ത് നല്ലതാണ് അല്ലേ. ഇവിടെ എന്നും നടക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട്. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ്. പേരെന്താ? സനോജ്. എവിടെ സ്ഥലം? ഇവിടെ ഇവിടെ തന്നെ. എല്ലാ ദിവസവും ഈ മണ്ണുക്കാവ് വാക്ക്വേയിലാണ് നടത്തുന്നത്. അതെ അതെ. എത്ര മണിക്കൂർ നടക്കും? എത്ര മിനിറ്റ് നടക്കും? ഒരു 4 കിലോമീറ്റർ നടക്കും. എല്ലാ ദിവസവും നടക്കും. അപ്പൊ ഇതിങ്ങനെ ടീമായിട്ടാണോ? ആ ടീമായിട്ടാണ്. എല്ലാവരും ഇവിടുത്തുകാരാണോ? ആ ഇവിടുത്തെ കങ്ങരപ്പൊടി ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് വർഷങ്ങളായിട്ടില്ലെന്നോ, പക്ഷെ ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ടോ? ആ ഇത് കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് കൂടുതൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് അല്ലേ. അപ്പൊ നടത്തം മുടക്കണ്ട, തുടരാം. നല്ല നടപ്പ് തുടരുക. താങ്ക് യു. യെസ്. അപ്പോൾ അങ്ങനെ മോർണിംഗ് വാക്കിനായി എത്തുന്ന ഒരുപാട് പേരുണ്ട്, ജോഗ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ആ കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് ഒരു നല്ല അഭിനന്ദനം പറയാം. കാരണം ഇത് വൃത്തിയാക്കി വെക്കുന്നതിന് ഓരോ ഇടത്തും നമ്മൾ പോകുന്ന ഇടങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മുടെ വക ഒരു അഭിനന്ദനം രാവിലെ തന്നെ. അപ്പൊ നമുക്ക് അടുത്തത് ഇനി ഒന്ന് ശബരിമലയിലേക്ക് ഒന്ന് പോവാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചുന്ന അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. അയ്യപ്പ ഭക്തരും വിശ്വാസികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് പേട്ടതുള്ളൽ ദർശിക്കാൻ എരുമേലിയിൽ എത്തുക. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അനുസ്മരണമായി പേട്ടതുള്ളൽ സംഘങ്ങളെ മുസ്ലിം ജമാഅത്ത് പുഷ്പങ്ങൾ വിതറി സ്വീകരിക്കുകയും ചെയ്യും. അയ്യപ്പന്റെ മാതൃസ്ഥാനീയമായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം എത്തുക. ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ തുടങ്ങുക. ഉച്ചയ്ക്ക് വെള്ളി നക്ഷത്രം ആകാശത്ത് കണ്ടാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുക. യെസ്. അപ്പോൾ അതാണ് പേട്ടതുള്ളൽ നടക്കുന്നു. അതിനായി ഇന്ന് ഒരുപാട് വിശ്വാസികളുടെ ഒരു ഒഴുക്ക് ഇന്ന് സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. രാഹുൽ സുരേഷ് സന്നിധാനത്തും തയ്യാറായി നിൽക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഇന്ന് തൊട്ട് കൂടുതൽ ക്രമീകരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇനി 2 ദിവസം മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയാൻ ബാക്കിയുള്ളത്. തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. തിരക്ക് വർദ്ധിക്കുമ്പോഴും തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയുള്ള ചില നിയന്ത്രണങ്ങളാണ് ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങുന്നത്. അതിലേറ്റവും പ്രധാനം എരുമേലിയിലെത്തുന്ന തീർത്ഥാടകർ മുക്കുഴി വഴി കൂട്ടത്തോടെ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നു മുതൽ അതിനൊരു ക്രമീകരണം ഉണ്ടാവുകയാണ്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമാണ് മുക്കുഴി വഴി സന്നിധാനത്തേക്ക് കടത്തിവിടൂ എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് 5000 ക്രമീകരിക്കുന്നു. സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തേണ്ട തീർത്ഥാടകർ നിലയ്ക്കലിലെത്തി സ്പോട്ട് ബുക്കിംഗ് നടത്തണം. അതിനുശേഷം 5000 പേരെ മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് ഇന്നു മുതൽ കടത്തിവിടുക എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, നാളെ മുതൽ പമ്പയിലെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. നാളെ രാവിലെ 8 മണി മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ പമ്പയിലെ പാർക്കിംഗ് അനുവദിക്കില്ല. തീർത്ഥാടകരെ അവിടെ വാഹനത്തിൽ ഇറക്കിയ ശേഷം തിരികെ വാഹനങ്ങൾ നിലയ്ക്കൽ ഉൾപ്പെടെ പോയി പാർക്ക് ചെയ്യണമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ വെർച്വൽ ക്യൂവിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു. നാളെ 60,000 പേർക്ക് മാത്രമായിരിക്കും വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാനാവുക. അതുമാത്രമല്ല, മറ്റന്നാൾ 50,000 എന്നും മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ച 40,000-ലേക്കും വെർച്വൽ ക്യൂ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. അതേസമയം ഇതിനോടകം തന്നെ തീർത്ഥാടകർ ഈ സന്നിധാനത്ത് ഉൾപ്പെടെ വിരിവെച്ച് തങ്ങുകയാണ്. 2 ദിവസം ബാക്കിയുണ്ടെങ്കിൽ കൂടി ഇന്നു മുതൽ മല കയറുന്ന തീർത്ഥാടകർ വിരിവെച്ച് ഇവിടെ തന്നെ തങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ഏതാണ്ട് 3 ലക്ഷം തീർത്ഥാടകരെയാണ് മകരവിളക്ക് ദിനമായ ചൊവ്വാഴ്ചയിലേക്ക് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇന്ന് പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും നടക്കാനും പോകുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രജി.
രാഹുൽ, ഇപ്പോൾ ഈ പേട്ടതുള്ളലുണ്ടല്ലോ, പേട്ടതുള്ളൽ, അപ്പോൾ അതിന്റെ ഒരു ക്രമീകരണങ്ങൾ കൂടി എന്താണ്? പ്രത്യേകിച്ച് തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിനെന്തെങ്കിലും ഇന്ന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ? പ്രജിൻ, ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഈ എരുമേലി പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ എരുമേലി പേട്ടതുള്ളലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അനുസ്മരണമായി പേട്ടതുള്ളൽ സംഘങ്ങളെ മുസ്ലിം ജമാഅത്ത് പുഷ്പങ്ങൾ വിതറി സ്വീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ സംഘം എത്തുന്നത് ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും. ആദ്യ സംഘം എത്തി പേട്ടതുള്ളുന്നതോടെ കൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കും. ഇതോടെയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കമാകുന്നത്. എന്താണെങ്കിലും ആ പ്രധാനപ്പെട്ട ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകരെല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതസൗഹാർദ്ദമായ രീതിയിലാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടക പ്രവാഹം. ശരി, രാഹുൽ സുരേഷാണ് സന്നിധാനത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളിലേക്ക് പോയാലോ? BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നമുക്കിനി അടുത്തൊരു വാർത്തയിലേക്ക് പോയാലോ? കോട്ടയത്ത് നിന്നാണ് ആ വാർത്ത വരുന്നത്. വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്തു എന്നാണ് ആ വാർത്ത. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു PC ജോർജിന്റെ പരാമർശം. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതായത് ഈ ഒരു വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന അൻപജിൻ. എന്തായാലും PC ജോർജിനെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം അല്പം പ്രകോപനപരമായി അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ചർച്ചയിലുള്ളപ്പോൾ അദ്ദേഹത്തോടെന്ന നിലയിലാണ് ആ പരാമർശം നടത്തിയത്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതേ തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, ഫേസ്ബുക്കിലൂടെ തന്നെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിനുശേഷവും ഇങ്ങനെ ഈ പ്രകോപനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ആ ജനൻ ടിവിയിൽ പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരെ ആക്ഷേപം നടത്തുന്ന ആളുകൾക്കെതിരെയാണെന്നുള്ളൊരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് യൂത്ത് ലീഗിന്റെ മുസ്ലിം ഈരാറ്റുപേട്ടയിലുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് കൂടി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രജിൻ, ഇപ്പോ എനിക്ക് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ഈ സമൂഹത്തിൽ ഈ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഒരുപാട് കൂടി വരികയാണ്. അതിപ്പോ PC ജോൺസൺ എന്നല്ല, ഈ പറയുന്ന ആരാണെങ്കിലും നമ്മൾക്കിടയിൽ ഇപ്പൊ 24-ന്റെ പ്രേക്ഷകരോട് ഞങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ഈ മോർണിംഗ് വാക്കിന് അങ്ങനെ കൂടെ ചില ലക്ഷ്യങ്ങളുണ്ട്. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. അപ്പോൾ വിദ്വേഷ പരാമർശം നമ്മൾ നടത്തില്ല. കാരണം വെറുപ്പിന്റെ ഒരു വാക്കുകൊണ്ട് നമുക്ക് സംവിധാനങ്ങളിലെ പ്രശ്നങ്ങളെയൊക്കെ വിമർശിക്കാം. അതല്ല ഞാൻ പറയുന്നത്. സമൂഹത്തിലെ അഴിമതി, നമ്മൾ നിലനിൽക്കുന്ന സംവിധാനത്തിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ, അതൊക്കെ വിമർശിക്കാം. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. 24-നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ 24-ന്റെ പ്രേക്ഷകർ എപ്പോഴും ഈ വിദ്വേഷ പരാമർശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. നമ്മുടെ കമന്റ് ബോക്സ് കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ അതിങ്ങനെ അതിശയിക്കാറുണ്ട്, എന്താണ് ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നുള്ളത്. ചില ആൾക്കാരുടെയെങ്കിലും അത്തരം മോശം കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലും വരാറുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്കെല്ലാമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. വിദ്വേഷ പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കി വിമർശനങ്ങളാവാം, അതിപ്പോ നമ്മളാണെങ്കിൽ പോലും വിമർശിക്കാം, ക്രിയാത്മകമായ വിമർശനങ്ങളാകാം, ഈ പറയുന്നത് പോലെ സംവിധാനത്തിലെ പിഴവുകളാകാം, നമ്മുടെ അവതരണത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം. പക്ഷെ അത് വ്യക്തി അധിക്ഷേപമായി മാറരുത്. അപ്പൊ മോർണിംഗ് വാക്കിലെ പ്രതിജ്ഞ ഇന്നത്തെ അതായിരിക്കട്ടെ. വിദ്വേഷ പരാമർശം ഞാൻ
പ്രജിൻ, പ്രതിജ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് ഷഫീർ മണ്ണാർക്കാടും ക്രിസ്ത്യൻ ചെറിയ ഒരുപോലെ ചിന്തിക്കുന്നു. നമുക്ക് പ്രതിജ്ഞ എടുക്കാം എന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് ഷഫീർ മണ്ണാർക്കാട്. വെരി ഗുഡ്. അപ്പോൾ 24ന്റെ പ്രേക്ഷകർ എപ്പോഴും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും മതസ്പർദ്ധയിൽ നിന്നും കലാപത്തിൽ നിന്നും ഒക്കെ അകന്നു നിൽക്കുന്നത്. അപ്പോൾ ശീലം നമ്പർ 1 നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ എന്തെങ്കിലും വിദ്വേഷം പറയാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ഓർത്തോണം, നമ്മൾ 24ന്റെ പ്രേക്ഷകരാണ്, നമ്മൾ വിദ്വേഷം പരത്താൻ പാടില്ല. ഈ മണ്ണുക്കാവ് വാക്ക്വേയിൽ നമ്മൾ നടന്നപ്പോൾ കഴിഞ്ഞ തവണയും കണ്ടതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഈ വാക്ക്വേക്ക് അടുത്ത് നമുക്കൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ വാതിലൊക്കെ ഇപ്പൊ തുറന്നിട്ടുണ്ട്. അമ്മേ നാരായണ എന്ന ഗേറ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഒരു ഗ്രാമത്തിന്റെ സൗന്ദര്യം അത് അപ്പാടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇടമാണ് ഈ മണ്ണുക്കാവ് വാക്ക്വേ. ആ വാക്ക്വേയും കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നടക്കാം. ആ റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് തെങ്ങിൻ തോപ്പുകളുണ്ട്, പാടമുണ്ട്, ചെറിയ ചെറിയ വരമ്പുകളുണ്ട്, പ്രകൃതിയുണ്ട്. അതെ, ഇവിടെയുള്ള കലുങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഈ കലുങ്കിൽ അന്നും നമ്മൾ ഇരുന്നിരുന്നു. അന്ന് അപ്പുറത്തെ സൈഡായിരുന്നു, ഇന്ന് ഇപ്പുറത്തെ സൈഡാണ്. അതെ, എനിക്ക് തോന്നുന്നു പഴയ കാലങ്ങളിൽ ഇതൊരു ഗൃഹാതുരത്വമായിരുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ കലുങ്കിൽ വന്നിരിക്കും, അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്യും, പാട്ട് പാടും. അങ്ങനെയുള്ള സന്ധികളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളുടെ ഒരു വിശുദ്ധിയുടെ ഭാഗം കൂടിയാണ്. ഈ കലുങ്കിൽ ക്രിസ്റ്റീന ചെറിയാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. കാരണം നമ്മളുടെ ഒരു എന്താ പറയുന്നത്, അന്നൊന്നും അങ്ങനെ നമ്മളെ കലുങ്കിലിരിക്കാൻ വിടില്ലായിരുന്നു. അത് ചീത്തക്കാരിയാണെന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അറിയാമല്ലോ. അല്ല, കണ്ടിട്ടുണ്ട്, ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ രണ്ട് സൈഡിലും കലുങ്കിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് അടുത്ത വാർത്ത വെച്ച് നടന്നാലോ? തീർച്ചയായിട്ടും. ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ന്യൂയോർക്ക് കോടതി ശിക്ഷ വിധിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്നാൽ നിയുക്ത പ്രസിഡന്റ് ആയതിനാൽ ജയിൽ ശിക്ഷയിൽ നിന്നും പിഴയിൽ നിന്നും ട്രംപിനെ കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. അശ്ലീല ചിത്ര നടി സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പണം നൽകി എന്നാണ് കേസ്. 4 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന 34 കുറ്റങ്ങൾക്കാണ് ട്രംപിനെ നിരുപാധികം വെറുതെ വിട്ടത്. ഈ മാസം 20-ന് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കുറ്റക്കാരനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എന്ന വിശേഷണം ട്രംപിനുണ്ടാകും. ഹഷ് മണി കേസിൽ വിധി പറയുന്നത് നിർത്തിവെക്കണമെന്ന ട്രംപിന്റെ ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ പലപ്പോഴും പല പ്രേക്ഷകർക്കും എന്താണ് ഈ ഹഷ്മണി കേസ് എന്നൊരു സംശയം വരും. ആ കേസ് ഇതാണ്, നമ്മൾ ഈ പറയുന്നത് പോലെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന നടി സ്റ്റോമി ഡാനിയേൽസുമായി ട്രംപിന് ബന്ധമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് 2016 ആ ബന്ധം സ്റ്റോമി ഡാനിയേൽസ് വെളിപ്പെടുത്തുമോ എന്ന ഭീതിയിൽ ട്രംപ് അത് വെളിപ്പെടുത്താതിരിക്കാൻ പണം നൽകി. അതാണ് ഹഷ്മണി. യെസ്, അപ്പോൾ അതാണ് ആ വാർത്ത. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കമന്റുകൾ, കുറെ നേരമായിട്ട് ഇങ്ങനെ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി, ഒരുപാട് കമന്റ് പ്രജിന്റെ ശബ്ദം, പാട്ട്, അതിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കമന്റ് വായിക്കാൻ പറ്റിയില്ല. അതെ, ഡിങ്കൻ ഐ ആം ആന്റണിയസ് എന്നൊരു ഐഡിയിൽ നിന്ന് വന്ന കമന്റ് ആണ്. ഡിങ്കന്റെ പേര് ആന്റണിയസ് ആണ്. പ്രജിൻ ക്രിസ്റ്റീന, ഒരു ദിവസം പുഞ്ചക്കരിയിൽ ഒന്ന് വരുമോ? അവിടെ നല്ല സ്ഥലമാണ്, കായലോര കാഴ്ചകളാണെന്ന് പറയുന്നു. അപ്പൊ അവിടെ സജഷൻസ് ആണ്, നമുക്ക് വരാം. നമ്മൾ അതിൽ നമ്മുടെ ലിസ്റ്റിലേക്ക് എഴുതി വെക്കുന്നുണ്ട് പുഞ്ചക്കരി. ഓക്കെ. റീന സതീശൻ പറയുന്നു, പക്ഷെ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്റെ വീടിന്റെ അടുത്ത് അന്നുണ്ടായിരുന്ന കലുങ്കിൽ. നല്ല കാര്യം, ഞാനും എന്റെ സഹോദരനും ഫ്രണ്ട്സും അവിടെ ഇരിക്കാറുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. ബിജു പി സി പറയുന്നു, ക്രിസ്റ്റീന പ്രജിൻ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ പണത്തടി സെയിന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് തിരുനാളാണ്. 24 ആശംസകൾ പറയാമോ എന്ന് പറയുന്നു. എല്ലാ ആശംസകളും. നമ്മുടെ പൗത്രൻ പാതിരാപ്പറ്റ ചേട്ടൻ പനിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഷഫീർ പനി മാറി എന്ന് പറയുന്നത് ഷഫീറിനാണോ പൗത്രൻ ചേട്ടനാണോ പനി എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ പുഞ്ചക്കരി കായലോരത്തിൽ വരാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതേപോലെ സജഷൻസ് നിങ്ങൾക്ക് പറയാം. സുധീഷ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ബീനാസി, മുഹമ്മദ് മിഥുജ്, വിനോദ് നായർ, കുറെ നാളായല്ലോ കണ്ടിട്ട്. ട്രംപ് ഇന്ത്യയിലായിരുന്നെങ്കിലോ എന്ന് ആലോചിക്കാവുന്നതാണ്. ആതിരായിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, അത് എനിക്ക് മറുചോദ്യമുണ്ട്. എന്തായാലും ആദ്യം ഞാൻ കമന്റ് വായിക്കാം. ഓക്കെ. പ്രജിൻ ക്രിസ്റ്റീന ഇന്ന് രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എന്നൊരു പ്രത്യേകിച്ചുണ്ട് അവിടെ. പ്രത്യേകിച്ച് ക്രിസ്റ്റീന സുന്ദരിയായിട്ടുണ്ട്, സൂപ്പർ എന്നാണ്. എങ്കിൽ പിന്നെ ശരി, എന്താ ഞാൻ അങ്ങോട്ട് അല്ല, അങ്ങനെയല്ല. പ്രജിൻ സുന്ദരനാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അപകർഷ ബോധമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും അവർ പറയുന്നത്, എന്തൊരു കോല, എന്ത് മെനകെട്ട കൊച്ചാന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ആ ഒരു ബോധമുണ്ടല്ലോ. അപ്പൊ വല്ലപ്പോഴും ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ അത് ഞാൻ അർഹിക്കുന്നു എന്ന രീതിയിലല്ല വാങ്ങുന്നത്, ഒരു സന്തോഷം. ബീന സുരേഷ് ഒരു കാര്യം പറയുന്നു, മുന്നോട്ട് നടക്കുന്ന ക്രിസ്റ്റീനയ്ക്കും പ്രജിനും പിന്നോട്ട് നടക്കുന്ന ക്യാമറ ടീമിനും ഇന്ന് ഒരു നല്ല ദിനമാകട്ടെ എന്ന് പറയുന്നു.
ഒപ്പം 24 ബിസിനസ് കോൺക്ലേവിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഏറെ സന്തോഷം. അപ്പൊ ബിസിനസ്, വ്യവസായം, സാമ്പത്തികം, ഇതൊക്കെ ഈ വാക്കുകളൊക്കെ പ്രേക്ഷകർ പറയണം. നമ്മുടെ പല മിനി ചേച്ചിയും റീന ചേച്ചിയും ഒക്കെ അടക്കമുള്ള പലരും പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ സാമ്പത്തികം നോക്കാറുണ്ട്. അത് ഒരു ചെറിയ കൂട്ടം ആൾക്കാർ മാത്രമാണ്. നമ്മൾ ആ പത്തനംതിട്ടയിലെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ ആ വീട്ടിലെ പിതാവ് മദ്യപിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും പോകുന്നു അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ സാമ്പത്തികമായ ആസൂത്രണമില്ലായ്മ നല്ലൊരു ശതമാനം മലയാളി കുടുംബങ്ങളിലുണ്ട്. ശമ്പളം കിട്ടിയാൽ ഒരു 15-ാം തീയതി 16-ാം തീയതി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതാകുന്നു എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ചിലർ വിചാരിക്കും വലിയ വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ വീണ്ടും പറയാം. വാർത്തയിലേക്ക് പോകുമോ എന്ന റിക്വസ്റ്റ് നമുക്ക് അവിടെ നിന്ന് വരുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തി കേസെടുത്ത IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവർ ഇന്നോ നാളെയോ ജില്ലയിൽ മടങ്ങിയെത്തിയേക്കുമെന്നാണ് വിവരം. 15-ാം തീയതി വരെ ഇരുവരെയും അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരും മടങ്ങിയെത്തുക. താൻ ഒളിവിൽ പോയതല്ല എന്നും സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിലേക്ക് പോയതാണോ എന്നുമാണ് IC ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. കേസിലെ മറ്റൊരു പ്രതിയായ KK ഗോപിനാഥൻ ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് CPIMന്റെ തീരുമാനം. ഈ മാസം 13-ന് MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പൊതുയോഗം ബത്തേരിയിൽ ചേരുന്നുണ്ട്. ഇതിനുശേഷം മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളാണ് CPIM ആസൂത്രണം ചെയ്തിരിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ രാജിയും നേതാക്കളുടെ അറസ്റ്റുമാണ് CPIM ആവശ്യപ്പെടുന്നത്. അടുത്ത വാർത്തയിലേക്കാണ്. ഇന്നലെ ഉണ്ടായ ഒരു വാഹനാപകടമാണ്. അതിലൊരു കുഞ്ഞിന്റെ മരണം സംഭവിച്ച നമ്മളെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയുടെ അപ്ഡേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച 2ാം ക്ലാസ്സുകാരിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മടവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാൽ കേബിളിൽ കുടുങ്ങി ബസ്സിനടിയിൽ അകപ്പെട്ടതാകാം എന്നാണ് ഈ അപകടത്തെക്കുറിച്ചുള്ളൊരു പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണേന്ദുവാണ് വീടിന് മുന്നിൽ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങി മരിച്ചത്. എന്തായാലും അത് വളരെ വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. ആ കുഞ്ഞിന്റെ മരണം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു. ഇന്നലെ സംസ്കാരം നടക്കുന്നു. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പലപ്പോഴും ഇത് നമ്മൾ പറയുന്നതുമാണ്. ഈ സ്കൂൾ ബസ് ഇറങ്ങി കുട്ടികൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സമയം വരെ മറുഭാഗത്ത് എത്തുന്നത് വരെ ബസ് അവിടെ നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ബസ്സിൽ ഒരു ആയ ഉണ്ടാവണം എന്നൊക്കെ മുമ്പേ ഉള്ളതാണ് അല്ലേ. കുട്ടികളെ കൃത്യമായി രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നത് വരെ അവിടുന്ന് ബസ് നിർത്തി പോകരുത് എന്നൊക്കെയാണ് ശരിക്കും പറയുന്നത്. അപ്പൊ അത് പാലിക്കപ്പെടേണ്ടതാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഞാനിപ്പോൾ നമ്മളുടെ ഡ്രൈവർമാരെ ഒന്ന് ഓർത്തു പോവുകയാണ് വളരെ നന്ദിയോടുകൂടി. കാരണം രാത്രിയിലൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ കയറി, ആ ഗേറ്റ് തുറന്ന് വീട്ടിനകത്ത് കയറി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ അവരെ ഒരു സ്നേഹത്തോടെയും വളരെ നന്ദിയോടുകൂടിയും ഓർക്കുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ തുടരുന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയേക്കും എന്നൊരു അപ്ഡേഷൻ കൂടി വരുന്നു. ഇതിനായി വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഇന്ന് നടക്കും. കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കാം എന്ന ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യം ഏറ്റെടുക്കുക. കേരളത്തിന്റെ ഡേറ്റാബേസിലില്ലാത്ത കടുവയാണിത്. കർണാടക വനത്തിൽ നിന്നും ഇറങ്ങി വന്നതാണെന്നാണ് കരുതുന്നത്. അതേസമയം കടുവ ഇറങ്ങി കന്നുകാലികളെ കൊന്ന കൽപ്പറ്റ പെരുന്തട്ടയിൽ ഡ്രോൺ നിരീക്ഷണം നടത്തി. മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളം ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന വൈദികർക്ക് നേരെ പോലീസിന്റെ അതിക്രമം എന്നൊരു പരാതിയാണ് വാർത്തയായി വരുന്നത്. വിഷ്ണു സുരേഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ, ഒരു പ്രിൻസ് ആണ് രാവിലെ തന്നെ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നു എന്ന് പറഞ്ഞത്. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ക്രിസ്ത്യന, ഈ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ഇന്നും അവിടെ സംഘർഷമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ ഇടപെട്ടു. പോലീസ് പക്ഷേ വൈദികരോട് ഏകപക്ഷീയമായി പെരുമാറി എന്നുള്ള ആരോപണമാണ് ഉയർന്നത്. 21 വൈദികരാണ് ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധം ഭാഗമായി പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത്. ആ 21 വൈദികർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അവരുടെ ആരോപണം. ഈ കൂരിയ ബിഷപ്പ് ഹൗസിൽ അനധികൃതമായി അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കാതെ കൂരിയമാരെ നിയമിച്ചതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ യജ്ഞം നടത്തുന്ന വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ സഭ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആദ്യം വിശ്വാസികൾ ഏറ്റുമുട്ടുകയും പിന്നീട് അത് ഇടപെടാനെത്തിയ പോലീസുകാർ ഏകപക്ഷീയമായി പെരുമാറി എന്നൊരു ആരോപണം നിലവിൽ ഈ പ്രതിഷേധം നടത്തുന്ന വൈദികർ ഉന്നയിച്ചത്. തുടർന്നും പ്രതിഷേധം തുടരാനാണ്
അവരുടെ തീരുമാനം. ഒരു പക്ഷേ ഈ വിഷയത്തിൽ അവർ പരാതി അടക്കം നൽകാനുള്ള സാധ്യതയുണ്ട്. 3 ദിവസമായി എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഈ പ്രാർത്ഥനായജ്ഞം തുടരുകയാണ്. അതിനിടയിൽ ഇടയ്ക്ക് വലിയ സംഘർഷങ്ങളും ഉണ്ടാകുന്നു. സഭ വീണ്ടും കലുഷിതമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനിയിപ്പോൾ നാളെ വീണ്ടും മറ്റൊരിടത്ത് നടത്തവുമായി കാണാം. 6 മണിക്ക് എല്ലാവരും നടക്കാനിറങ്ങുക. ഇന്ന് പഠിച്ച നല്ല ശീലം നമ്മൾ മറക്കാതിരിക്കുക, വിദ്വേഷ പരാമർശങ്ങൾ ഒഴിവാക്കുക.